ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള സിക്കിം. നമുക്കറിയാം, രാജ്യത്ത് ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനമാണ്. അതിനാൽ കേവലം 32 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ സിക്കിമിലുള്ളൂ. സിക്കിമിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടെ BJP കരുത്താർജിക്കുന്നു എന്നുള്ളതാണ്. സിക്കിമിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുവരെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ഫൈറ്റ് പ്രാദേശിക കക്ഷികൾ തമ്മിലാണ്. പ്രത്യേകിച്ച് 1994 മുതൽ 2019 വരെ അവിടെ 24 വർഷം അധികാരത്തിലിരുന്നത് പവൻകുമാർ ചാംലിംഗിന്റെ നേതൃത്വത്തിലുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രേം സിംഗ് തമാങ്, ഇപ്പോഴത്തെ സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിൽ സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന മറ്റൊരു പ്രാദേശിക കക്ഷി അവിടെ ഭരണത്തിലേറുന്നു. അങ്ങനെ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള ഒരു ബലാബലം, ഒരു പോരാട്ടമാണ് സിക്കിമിൽ ഇതുവരെ കണ്ടതെങ്കിൽ ഈ തവണ ദേശീയ കക്ഷിയായ BJP അവിടെ കരുത്താർജിക്കുന്ന ഒരു സാഹചര്യം സിക്കിമിന്റെ മണ്ണിലുണ്ടാകുന്നു. നിലവിൽ സിക്കിമിൽ അധികാരത്തിലിരിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ സർക്കാർ തന്നെയാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമാണ് സിക്കിം ക്രാന്തികാരി മോർച്ചയും BJP എങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കക്ഷികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച് ആരാണ് പ്രധാനപ്പെട്ട ശക്തി എന്ന ഒരു വലിയ വെല്ലുവിളി ഒരു മുന്നണിക്കകത്ത് തന്നെ നിന്ന് രണ്ടായി മത്സരിക്കുകയാണ്. അങ്ങനെയുള്ള സിക്കിമിൽ ഇന്നിപ്പോൾ BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സിക്കിമിൽ ഒറ്റയ്ക്ക് ഭരണം ലഭിച്ചാൽ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റും എന്ന പ്രഖ്യാപനത്തോടെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ഇവയാണ്: റോഡ്, റെയിൽ, എയർപോർട്ട് തുടങ്ങിയവയുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതി. കിസാൻ സമ്മാൻ നിധി 6000 രൂപയിൽ നിന്നും 9000-ആയി ഉയർത്തും. വരുന്ന 5 വർഷത്തിനിടയിൽ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമായി 25,000 തൊഴിലവസരങ്ങൾ. സ്ത്രീകൾ നടത്തുന്ന അമ്മ കമ്മ്യൂണിറ്റി ക്യാൻറ്റീൻ വഴി കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. സിക്കിം നിലവിൽ ഭരിക്കുന്നത് സിക്കിം ക്രാന്തികാരി മോർച്ച BJP സഖ്യമാണ്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് നയിക്കുന്ന ക്രാന്തികാരി മോർച്ചയ്ക്ക് 19-ഉം BJPക്ക് 8-ഉം MLA-മാരുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് സിക്കിമിൽ മത്സരം സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും മറ്റ് പ്രാദേശിക കക്ഷികളും തമ്മിലായിരുന്നുവെങ്കിൽ ഇക്കുറി ദേശീയ കക്ഷിയായ BJPയുടെ സാന്നിധ്യമാണ് ശ്രദ്ധേയമാകുന്നത്. രാജ്യത്ത് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമായ സിക്കിമിൽ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 32. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം. ഏപ്രിൽ 19-നാണ് ഇവിടെ വോട്ടെടുപ്പ്. ജനം, ഡൽഹി.